പ്രൈസ് ദി ഗോഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. വലിയവനായ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഞായറാഴ്ച പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കേണ്ടതിനായി ഇവിടെ വന്ന് നിൽക്കുവാനുള്ള കൃപ തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രദ്ധയോടെ ആയിരിക്കുക മാത്രമല്ല, ദൈവത്തോട് പറയണം, ദൈവമേ എന്നോട് സംസാരിക്കണമേ. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെയാണ് ദൈവം നിറയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും ഉദാസീനതയോടെ വന്നിരിക്കുന്നവരോടൊന്നും ദൈവത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അത് വചനം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. യിരെമ്യാ പ്രവചനം 48-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉദാസീനതയോടെ ദൈവസന്നിധിയിൽ വരുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാസീനതയോടെയല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഉത്സാഹം ഉണ്ടാകണം. ദൈവമേ എന്നോട് സംസാരിക്കണമേ. അപ്പോൾ നിങ്ങൾ ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ളവരാണ് എന്ന ചിന്താഗതി ഉണ്ടാകും. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനിയും അങ്ങനെ ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് അപേക്ഷിക്കുന്നു. ഉദാസീനത വിട്ടുകളഞ്ഞ് ഉത്സാഹത്തോടെ പരിപൂർണ ആവശ്യബോധത്തോടെ ആയിരിക്കണം. പലരും ആവശ്യബോധത്തോടെ അല്ല ദൈവസന്നിധിയിൽ വരുന്നതെന്ന് കാണുവാൻ കഴിയുന്നൊരു വലിയ ദുഃഖമുണ്ട്. ഇവിടെ നമ്മളൊരു നന്ദി പറഞ്ഞു ദൈവത്തോട് നന്ദി പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ കേസിൽ ജയിച്ചു ഉള്ളതുകൊണ്ടാണ്. വാസ്തവത്തിൽ നാമാണോ ജയിച്ചത്? നാം ജയിച്ചില്ല. നാം ആരിൽ ആശ്രയിച്ചോ അവൻ ജയിച്ചു. അതിനുവേണ്ടി നാം ആ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം പഠിക്കുമ്പോൾ കാണാം, യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹോവയായ ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. പഴയ നിയമം പഠിക്കുമ്പോൾ വലിയൊരു സംഘത്തെ അയച്ച് യുദ്ധം ചെയ്ത് ജയിച്ച് ജയമെടുത്ത ഇതൊന്നും ദൈവമുൻപാകെയില്ല. ചെറിയ സംഘത്തെ വിട്ട് ആ ചെറിയ സംഘം കൊണ്ട് വിജയിച്ച സാഹചര്യമുണ്ട്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. എറിഹോ കോട്ട പിടിക്കുവാനായിട്ട് പോയി ദൈവജനം. പക്ഷേ ദൈവജനം പോയപ്പോൾ ആ പോയവരിൽ ഒട്ടേറെ പേരെ തിരിച്ചു വിട്ടു. എന്നിട്ട് 7 പേർ കാഹളം എടുത്ത് ഊതിക്കൊണ്ട് കിടന്നു. 7-ാം ദിവസം എല്ലാവരും കാഹളം ഊതി, കുടം കയ്യിൽ കരുതിയിരുന്നു, കുടത്തിൽ പന്തമുണ്ടായിരുന്നു. ഒന്നിച്ചെല്ലാവരും കൂടെ ആർപ്പിട്ടു. എറിഹോ മതിൽ ഇടിഞ്ഞു. എത്ര നിസ്സാരമായ സംഭവമാണ് നടന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രയത്നത്തെക്കുറിച്ച് ഓർക്കണം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ, ആശ്രയിക്കുന്നുവോ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നുവോ എന്ന് ദൈവം കൃത്യമായി അവിടെ ശോധന ചെയ്തറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. 7 ദിവസം പാളയത്തിൽ നിന്ന് പുറത്തു കിടന്ന് എറിഹോ കോട്ട ചുറ്റി നടക്കുക. എറിഹോയിലുള്ള ജനങ്ങൾ എങ്ങനെയായിരുന്നു? എറിഹോവിലുള്ള ജനങ്ങൾ മുഴുവൻ പേരും ദൈവമക്കളെ ഇസ്രായേൽക്കാരെ പേടിച്ച് കോട്ടമതിലടച്ച് അകത്ത് സുരക്ഷിതമായി കഴിയുകയാണ്. അവർക്കിവരെ പേടിയാണ്. ഇവരെ അവർ പേടിക്കുന്നു എന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് പേടിയില്ലായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും യുദ്ധമാർഗം ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എറിഹോ കോട്ട പിടിച്ചെടുക്കുവാൻ വേണ്ടി ചെന്ന ജനം 7 ദിവസം കോട്ടയ്ക്ക് ചുറ്റി നടന്നു. ഇതിന് ആദ്യത്തെ ദിവസം തന്നെ ഇതൊന്നും ചെയ്തുകൂടായിരുന്നു. ആദ്യത്തെ ദിവസം ഇങ്ങനെ അങ്ങ് ചെയ്യാൻ ദൈവത്തിന് പറഞ്ഞുകൂടായിരുന്നു. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം സാധിപ്പാനായിട്ടാണ് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ദൈവജനത്തിൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രവർത്തനം, ആ ആത്മാർത്ഥയ്ക്കും പ്രവർത്തനത്തിനും വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണതയോടെ ദൈവസന്നിധിയിൽ വരുന്നവൻ പൂർണ്ണമായി ദൈവത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഞാനെന്ന ഭാവം പൈശാചികമാണ്. നിങ്ങൾ ചിന്തിച്ചു, ദൈവസന്നിധിയിലേക്ക് ആദ്യം പിശാച് അവൻ്റെ ചിന്താഗതി എന്തായിരുന്നു? ഞാൻ അത്യുന്നതനോട് സമനാണ്. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തിൻ്റെ സിംഹാസനങ്ങൾക്ക് മീതെ എൻ്റെ സിംഹാസനം വയ്ക്കും. ഞാൻ ഉത്തരഗിരിയായ സിയോനിലിരുന്ന് വാണരും ഒക്കെ ഞാൻ എൻ്റേത് എന്ന ഭാവം വിട്ടിട്ട്, ദൈവമേ അങ്ങയുടേത്, അങ്ങയുടെ സഹായത്താൽ അങ്ങല്ലാതെ വേറെ ആശ്രയമില്ല,
ഈ ചിന്താഗതി നമ്മളിൽ ഉണ്ടാകണം. ഉണ്ടായിട്ട് ദൈവത്തോട് ചോദിക്കണം. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് ശക്തിയായി യാചിച്ചു. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കും, ആരെങ്കിലും ഒരാൾ മരിച്ചു, ആ മൃതശരീരവുമായി നമ്മൾ ശവക്കോട്ടയിലേക്ക് ചെല്ലുന്നു, ആളുകൾ വഴിയിൽ തടയുന്നു, എന്ത് ചെയ്യും? ഈ സാധനം ശരി അവിടെ ഇരുന്നോട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിടാം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. എല്ലാവരും കൂടെ ചെല്ലുമ്പോൾ നമ്മൾ എത്രത്തോളം അപമാനിക്കപ്പെടും. അവിടെ ഭരണകൂടം നമുക്കെതിരാണെങ്കിൽ നാം എന്തു ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളിലും ഒന്നാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് പോയാൽ, ഒരിക്കൽ എവിടെയോ എങ്ങാണ്ടോ ഒരു പാസ്റ്റർ അങ്ങനെ ചെയ്തു എന്ന് കേട്ടു. ശവം കൊണ്ടുപോകുമ്പോൾ തടഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ വഴിയിൽ വെച്ചു, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ അതിന് മറ്റൊരു മറുവഴി നിയമപ്രകാരമുണ്ട്, പാസ്റ്റർക്ക് കൂടെ ജയിലിൽ പോകും. അങ്ങനെയൊന്നും വരാതിരിപ്പാൻ കർത്താവെ ദേശത്ത് ഞങ്ങളെ അപമാനിക്കല്ലേ, നാറ്റിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് വിജയത്തിൻ്റെതായ ചില ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് വിട്ടുകളഞ്ഞില്ല, എന്ന് വിട്ടതുപോലെയായി. എങ്കിലും ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ മുഖത്ത് ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഇത് മനസ്സിൻ്റെ അകത്തേക്ക് പൊങ്ങി വരും, എൻ്റെ കർത്താവേ, ഏതു സമയത്തും പിശാചിന് ഇത് മറിച്ചിടാനായിട്ടുള്ള കഴിവുണ്ട്. പിശാച് നാം പ്രാർത്ഥിക്കുമ്പോൾ എതിരിടുന്നത് നമ്മുടെ എതിരാളിയായ ശക്തനായ ഒരു പിശാചിനോടാണ്. അവനോട് പ്രാർത്ഥനയിൽ കൂടെ നാം യുദ്ധം ചെയ്യുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ ചാട്ടുളി പോലെ അവൻ്റെ മേൽ തറയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമുക്ക് വിടുതൽ തന്നു, അതിനാവശ്യമായ പണം തന്നു, അതിനാവശ്യമായ ബുദ്ധി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ മൂപ്പന്മാർക്ക് ദൈവം കൊടുത്തു. അവർക്കതിനുള്ള ആരോഗ്യം കൊടുത്തു. അതിന് ആ ബുദ്ധിയും ആരോഗ്യവും എല്ലാം ദൈവം അവർക്ക് കൊടുത്തു, നമ്മുടെ മിടുക്കല്ല. അങ്ങനെ കൊടുത്ത് അവർ പ്രയത്നിച്ചതിൻ്റെ ഫലമായി ദൈവം നമുക്ക് വിജയം തന്നു. ആ വിജയം ദൈവം തന്ന വിജയമാണ്, അത് ദൈവത്തിൻ്റെ വിജയമാണ്, നമ്മുടെ വിജയമല്ല. ദൈവം നമ്മെ വിജയിപ്പിച്ചു. മറ്റുള്ളവർക്കുടെ മുമ്പിൽ നാം വിജയിച്ചു, പക്ഷേ വിജയമെടുത്തിരിക്കുന്നത് ദൈവമാണ്. അതിന് നാം പ്രാർത്ഥിച്ചു, നാം നന്ദി അർപ്പിച്ചു. ഇതോടെ തീർന്നു. ഇനി ദൈവത്തിൻ്റെ വഴി, ഞാൻ എൻ്റെ വഴി എന്നാണോ വേണ്ടത്? അല്ല. ഇതിടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ഓർക്കണം. ഈ ഓർക്കുക എന്നുള്ളത് ദൈവം പണ്ട് മുതലേ കൽപ്പിച്ചു കൊടുത്ത ഒരു ഇതാണ്. പുറപ്പാട് പുസ്തകം നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ച്, ആ കരത്തിൻ്റെ വീര്യമുള്ള ഭുജത്വങ്ങളെക്കുറിച്ച്, ആ കഴിവും ശക്തിയും ബലവും വീര്യവുമുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും നിന്റെ മക്കളോട് പറയണം. എന്തിനാ? ഇത് അനുസ്മരിക്കണം. ഏറ്റവും ചുരുക്കമായി ഇങ്ങോട്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഓർക്കാൻ വേണ്ടി നമ്മളൊരു ശവക്കോട്ടയുടെ രൂപമൊക്കെ ഉണ്ടാക്കി കഴുത്തി കെട്ടി തൂക്കിക്കൊണ്ട് നടക്കൊന്നും വേണ്ട. അതൊക്കെ ഒരു കണക്ക് പറഞ്ഞാൽ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഓർക്കണം ദൈവം എനിക്ക് വേണ്ടി ചെയ്ത നന്മ. നാം ഇന്നും ഓർക്കുന്നില്ലേ ഇസ്രായേലിലെ ജനത്തെ മരുഭൂമിയിൽ കൂടി ദൈവം നടത്തിയത്? അപ്പോൾ അവർ ദാഹിച്ചപ്പോൾ കരഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, മോശയോട് കലഹിച്ചു. ദൈവം അവിടെ നീരുറവ തുറന്നു കൊടുത്തു. അതുപോലെ തന്നെ ദൈവത്തോട് വിശന്നപ്പോൾ ചോദിച്ചു. ദൈവം കാടപ്പക്ഷികളെ കൊടുത്തു, മന്നായെ പൊഴിച്ചു കൊടുത്തു. അത്ഭുതകരമായ കാര്യങ്ങളാണ് ദൈവം ചെയ്തത്. മറ്റാർക്കും അത് ചെയ്യാൻ സാധ്യമല്ല, ചെയ്യില്ല. അത് അവരുടെ ആവശ്യത്തിന് ദൈവം കൊടുത്തു. ദൈവം സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അത് തരും, നിശ്ചയമായും തരും. വാക്ക് പറഞ്ഞവൻ മാറുകയില്ല, ഒരിക്കലും മാറുകയില്ല. ഈ ദൈവത്തിൻ്റെയാണ് നാം ഓരോരുത്തരും, ഈ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. എന്തായി പ്രാർത്ഥന? എന്തായി ആരാധന? എന്തായി സ്നേഹം? ഇതൊക്കെ വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ സ്നേഹിക്കുന്നു എങ്കിലേ വിശ്വസിക്കാൻ പറ്റൂ, വിശ്വസിക്കുന്നു എങ്കിലേ സ്നേഹിക്കാൻ പറ്റൂ,
സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനിൽ ആശ്രയത്വം വയ്ക്കും. അങ്ങനെ അവനിൽ ആശ്രയത്വം വെച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? അവനോട് കൂടെ നടക്കാൻ തുടങ്ങും, അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ തുടങ്ങും. ഇഷ്ടപ്രകാരം ചെയ്തില്ലെങ്കിൽ എന്തു സംഭവിക്കും? ശാപം കിട്ടും. ശാപം. ഈ ശാപം തലമുറകളായി ബാധിച്ചുകൊണ്ടിരിക്കും. ആദാമിനെയും ഹവ്വായെയും നോക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ കൽപ്പന വലിയ ഇതൊന്നും ചെയ്തു എന്ന് തോന്നാൻ പറ്റില്ല. എടുത്ത് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുമ്പോൾ, ചെയ്യരുത്, തിന്നരുത് എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ വന്ന് പ്രലോഭിപ്പിച്ചപ്പോൾ ആ പ്രലോഭനത്തിൽ അടിമപ്പെട്ടു പോയി. ഇവിടെ ദൈവം പറഞ്ഞത് മറന്നുപോയി. ഇതാണ് മനുഷ്യവർഗത്തിന് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തക്ക സമയത്ത് ദൈവം പറയുന്നത് മറക്കും. ദൈവം പറയുന്നത് മറന്നിട്ട് അവൻ പറയുന്നത് കേൾക്കും. അനുഗ്രഹമല്ല, ശാപമാണ് ലഭിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവൻ പറയുന്നത്, വചനത്തിന് പുറത്തുള്ളത് പറയുന്നവൻ പറഞ്ഞോട്ടെ, പക്ഷെ അനുസരിക്കുക. കേൾക്കാതിരിക്കാൻ പഞ്ഞി നനച്ച് ചെവിക്കകത്ത് വയ്ക്കാനൊന്നും ആ സമയത്ത് സാധ്യമല്ല. അത് കേട്ടുപോകും. അപ്പോൾ മനസ്സിലാക്കണം, ഇവൻ പിശാചിൻ്റെ ദൂതനാണ്. പിശാചിൻ്റെ ദൂതൻ വന്നിരിക്കുന്നത് എന്നെ നന്നാക്കാനല്ല, നശിപ്പിക്കാനാണ്. ദൈവമേ സ്തോത്രം, ഇവനെ വിട്ടൊഴിഞ്ഞു പോകുവാൻ എന്നെ സഹായിക്കും. ഈ പ്രാർത്ഥന, ഈ നന്ദി, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി തോന്നും. ആ നന്ദി നാം ദൈവത്തോട് പറയണം. ദൈവമേ നിനക്ക് നന്ദി. നാം ഇന്നിവിടെ പ്രാർത്ഥിച്ചു, ഒരു വാക്ക് 4 വരി പാട്ടുപാടി നന്ദി അർപ്പിച്ചു. ഈ നന്ദി അർപ്പിച്ചപ്പോൾ ആർക്കൊക്കെ, എത്ര പേർക്ക് ഒരു സംതൃപ്തി തോന്നി? ദൈവം ചെയ്തു തന്ന നന്മയ്ക്ക് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിച്ചു. നന്ദി അർപ്പിച്ചതുകൊണ്ട് സംതൃപ്തി ഹൃദയത്തിൽ തോന്നിയവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സംതൃപ്തരാണ് എങ്കിൽ നന്ദി പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. എൻ്റെ നന്ദി പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. വലിയ ആനന്ദം തോന്നി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് നടന്നിരിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഞാൻ മറ്റാരോടും പറഞ്ഞില്ല, മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, ദൈവമേ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു, ഏതായാലും. അപ്പോൾ ഒരു ദീർഘനിശ്വാസം അറിയാതെ പുറത്തേക്ക് വന്നു. ദൈവമേ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, സ്തോത്രം. ദൈവമേ നന്ദി എന്ന് അറിയാതെ, മനസ്സറിയാതെ ഹൃദയം നിറഞ്ഞു പറഞ്ഞു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ഓർക്കും? എറണാകുളത്ത് പോകുക വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഈ ചൂട് സഹിച്ച് ഈ വെയിലത്ത് നിന്ന് കോടതി പോയാൽ കൈകെട്ടി എങ്ങനെ നിൽക്കണം? ഒരു ഉപദേശി കോടതി പോയി ഇരിക്കുക. ഉപദേശിച്ചവർക്ക് ഇങ്ങനെ വേദസ്വമൊക്കെ വിളിച്ചിട്ട് നെഞ്ചൊക്കെ വിരിച്ചുകൊണ്ടാകും കോടതിയുടെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ കോടതി നോക്കി, എന്നിട്ട് ആ നിൽപ്പൊക്കെ എങ്ങനെ നിന്നു, ഒന്നും മിണ്ടില്ല, കോടതി ഒന്നും മിണ്ടില്ല. എല്ലാവരും പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഇയാൾ പോകാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ആൾ അതിൻ്റെ ഒരു ദിവസം മതിച്ചു പറഞ്ഞു, നിങ്ങളവിടെ നിൽക്കുക, വൈകുന്നേരം വരെ അവിടെ നിൽക്കണം. കോടതി വരെയും തടവിന് ശിക്ഷിച്ചിരിക്കുക മനുഷ്യനെ. ഉപദേശിക്കുക, പക്ഷെ പറഞ്ഞിട്ടെന്താ, ഞാൻ വലിയ ആളാണെന്ന ധാരണയോട് കോടതിയുടെ മുമ്പിലേക്ക്. ഈ വൈതരണികളെല്ലാം സഹിച്ച് വക്കീലിന് കാശ് കൊടുത്ത് ഈ കഷ്ടപ്പാടൊക്കെ പെട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ദൈവദാസന്മാരെ നിങ്ങൾ ഓർക്കും. അപ്പോൾ നമുക്ക് നന്ദിയുണ്ടോ ദൈവത്തോട് സ്നേഹമുണ്ട്? നമ്മളൊക്കെ കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വളരെ മിടുക്കന്മാരാണ്. എന്ത് പറഞ്ഞാലും അതിനൊക്കെ കഴിവ്. സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. അത് സഭ ആവശ്യപ്പെടുന്നതാണ്, സഭയുടെ നടത്തിപ്പിന് അത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് തോന്നും, അവിടെ പോയിട്ട് കൊടുക്കുന്നില്ലല്ലോ, ഇവിടെ പോയിട്ട് കൊടുക്കുന്നില്ലല്ലോ, അവിടെ അങ്ങനെയാണല്ലോ, ഇവിടെ ഇങ്ങനെയാണല്ലോ. അവിടുത്തെ കാര്യവും ഇവിടുത്തെ കാര്യവും ഒന്നും നോക്കണ്ട, നിന്റെ കാര്യം നീ നോക്കിയാൽ മതി. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. കൊടുക്കാതെ കിട്ടുകയില്ല എന്ന് ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കപ്പെടുവാൻ നിങ്ങൾ കൊടുത്തേ ഒക്കൂ. സഭയ്ക്ക് കൊടുക്കണം. കർത്താവ് പറഞ്ഞില്ലേ, കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അപ്പോൾ കൈസർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തില്ല എങ്കിൽ അവിടെ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൊടുക്കണം. കൊടുക്കാനില്ല എന്തു ചെയ്യും?
ഇല്ലാത്തവരെന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ സഭയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സഭ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇല്ല. കാരണം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷെ സഭ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. ഉപദേശി എന്ന് പ്രസംഗിക്കുന്നു, നീ നിന്റെ ദൈവത്തെ ആരാധിക്കണം, പറ്റില്ല. അതുപോലെ തന്നെ എന്തു പറഞ്ഞാലും പറ്റില്ല, വേണ്ട, എന്തിന്? തർക്കത്തിന്മേൽ തർക്കവും അതിൻ്റെ മുകളിൽ തർക്കവുമായി നടക്കുന്ന കുറേ വ്യക്തി ജീവിതങ്ങൾ എല്ലായിടത്തും ഉണ്ട്, സഭയിലുമുണ്ട്. അവർക്ക് അയ്യോ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ എനിക്ക് തോന്നുന്നില്ല, വാക്കുകളും കിട്ടുന്നില്ല. അപ്പം നാം എന്തിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു, അത് വളരെ വ്യക്തമായി കൃത്യമായി നാം മനസ്സിലാക്കിയിട്ട് ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തോട് അനുരൂപമായി ആ ദൈവത്തോടുള്ള പാതയിൽ വളരെ കൃത്യമായി നടക്കുകയും ചെയ്താൽ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, ദൈവത്തിനത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ദൈവം നാം ചോദിക്കുന്നില്ല. ജീവിതത്തിൽ പല കാര്യങ്ങളും ഇതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ദൈവം മുൻപാകെ വിശ്വസ്തയോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. വിശ്വസ്തയോടെ നിൽക്കണമെന്ന് ദൈവം വളരെ കൃത്യമായി ആഗ്രഹിക്കും. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാചകം വായിക്കാം. അതായത്, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. അങ്ങനെയല്ലേ? റോമർക്കെഴുതിയ ലേഖനം 11:29. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് ചോദിക്കുന്നത് തരുന്നതിന്, ദൈവം തൻ്റെ വിളിയെ, ദൈവം വിളിച്ചിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാനിവിടെ വന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വിളിച്ച നിങ്ങളെക്കുറിച്ച് ദൈവം അനുദപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. പക്ഷേ അനുദപിക്കുവാൻ നാം ഇടം കൊടുക്കരുത്, നിങ്ങൾ ഇടം കൊടുക്കരുത്. പിന്നെന്ത് ചെയ്യണം? ആ ദൈവത്തിങ്കിൽ നിന്ന് കൃപാവരങ്ങൾ പ്രാപിച്ചെടുക്കുവാനുള്ള പ്രാർത്ഥന നമ്മിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വിളിയെയും കൃപാവരങ്ങളെയും കുറിച്ച് അനുദപിക്കാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. യോനയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോന 3:10. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്താതിരുന്നു. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു. ആദ്യം ദൈവം എന്താ തീരുമാനിച്ചത്? ആ ജനത്തെ നശിപ്പിച്ച് കളയുവാനായിട്ടാണ് ദൈവം തീരുമാനിച്ചത്. നിന്നെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് ഇത് ചെയ്യാനായിട്ട് വിട്ട യോന പ്രവാചകൻ അങ്ങോട്ട് പോയില്ല. നിനവയിലേക്ക് പോകാൻ നേരെ തർശീസിന് ടിക്കറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ അയാളുടെ തോന്നിവാസം നടക്കാൻ നോക്കുമ്പോൾ ദൈവം സമ്മതിച്ചില്ല. ദൈവം അയാളെ പിടിച്ചിട്ട് ദൈവം ഉദ്ദേശിച്ച സ്ഥാനത്ത് കൊണ്ടുവന്നു. എന്നിട്ട് യോന പ്രസംഗിച്ചു. അപ്പോൾ യോന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, ഞാൻ പോയി അവരോട് പ്രസംഗിക്കും, അവർ മനം തിരിയും. ദൈവം വരുത്തുമെന്ന് പറഞ്ഞല്ലോ, ഒന്നും വരുത്തുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ പോയി പ്രസംഗിക്കുന്നത്? അങ്ങനൊരു ചിന്താഗതി യോനയ്ക്കുണ്ടായി. ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് യോന ദൈവത്തോട് മത്സരിച്ചുകൊണ്ട് പോയത്. പക്ഷേ ദൈവം ആരെയും നശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം തൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നവനാണ്. ദൈവം തൻ്റെ സൃഷ്ടികളായ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. തമാശയല്ല.
ഒരു കൊച്ചു നിസ്സാര കാര്യമല്ല. അങ്ങനെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നതുമൂലമാണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അത് തരുവാൻ വേണ്ടിയിട്ട് ഉണ്ടായ കാരണമോ, ദൈവം തൻ്റെ പുത്രനെ അയച്ചപ്പോൾ ദൈവജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. അവരാശിച്ചതിന് ദൈവം അവർക്ക് കൊടുത്തു. ഇന്നും അവർക്ക് സുരക്ഷിതമൊക്കെ ഉണ്ട്, അവർ മിടുക്കന്മാരാണ്, കാര്യമൊക്കെ ശരിയാണ്, ദൈവം അവരെ വിട്ട് കളയത്തുമില്ല. പക്ഷെ അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. പക്ഷേ യോന പ്രസംഗിക്കാൻ പോയിട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ ആലോചന അവരെ അറിയിക്കും. അതിന് ദൈവം യോനയെ തന്നെ ഉപയോഗിച്ചു. യോനയെ കൊണ്ട് അവിടെ പ്രസംഗിപ്പിച്ചു. യോന പ്രസംഗിച്ചപ്പോൾ എന്തു സംഭവിച്ചു? അവിടെ അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ, ദുർമാർഗം ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് ഇഷ്ടമല്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വലിയ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. അത് ചെയ്യാത്തത് എങ്ങനെ ദൈവം മനസ്സിലാക്കി അവർ വിട്ടുതിരിഞ്ഞു എന്ന്? അവരുടെ പ്രവർത്തികളാൽ, നമ്മുടെ പ്രവർത്തികളാൽ നമ്മെ ശോധന ചെയ്യുന്ന ദൈവം ഇതിൻ്റെ അകത്ത് വന്ന് മര്യാദയ്ക്കിരിക്കും. അപ്പോഴും ഹൃദയത്തിൽ യുദ്ധമായിരിക്കും. യുദ്ധം. അവൻ്റെ ഒരു പ്രസംഗം, ഒരു തമ്പിസാറ്, അവൻ്റെ ഒരു ചവ, ഈ വെച്ചുള്ള ഈ ഹുങ്കാരത്തോടു കൂടിയ ആ ചിന്തയോടു കൂടി ഇതിൻ്റെ അകത്ത് പുറത്തു പോകും. പുറത്തു പോയിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ആരോടും പറയാനില്ലെങ്കിൽ എന്തിനോടെങ്കിലും പറഞ്ഞ് ഈ കോപം തീർക്കും. ഇതാണ് നമ്മുടെ പ്രവൃത്തിയെങ്കിൽ ദൈവം ഇതെല്ലാം അറിയുന്നു. ദൈവം നിങ്ങളെ അറിയുന്നു. എങ്ങനെ അറിയുന്നു? നിങ്ങളുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്ത് അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ മിടുക്കുകൊണ്ട് വ്യക്തിപരമായി നിങ്ങൾക്ക് പലതുമൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കും. പക്ഷെ കഴിയാത്തൊരു സമയം വരും, കഴിയാത്ത ഒരു കാലഘട്ടം നിങ്ങളുടെ മുൻപിലുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ സഭാപ്രസംഗി പറയുന്നു, യുവാവേ, നിന്റെ യൗവനത്തിൽ നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളുക, നിന്റെ സൗകര്യപ്രദമായ വിധത്തിലൊക്കെയും നീ സന്തോഷിച്ച് ജീവിച്ചോളുക. പക്ഷെ ഇതൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിഞ്ഞുകൊള്ളുക. നിങ്ങളൊക്കെ ഈ മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ മരണത്തിന് തൊട്ട് മുൻപുള്ള ആ സമയത്ത് ആരൊക്കെയെങ്കിലും പോയി എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കണ്ടിട്ടുണ്ടാകും ചിലരൊക്കെ, കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ സമയത്ത് ആ വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ പഴയ കാലത്തേക്കൊന്ന് തിരിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത? ചിലരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും, കർത്താവേ, ഇനി ഈ പ്രിയപ്പെട്ടവനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന ചിന്തയായിരിക്കും. ചിലരെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത്രയും കാലം മെതിച്ച് നടന്നു, ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. കുറുപ്പമ്പടിയിൽ ഒരു യോയാക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. യോയാക്കി, അയാൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷെ അവസാനം മരണസമയത്ത് അയാൾ വിളിച്ചു, എൻ്റെ ദൈവമേ, ഇതൊന്നങ്ങ് പോയി കിട്ടിയിരുന്നെങ്കിൽ. ഇല്ല എന്ന് പറയുന്നവൻ അവസാനം വിളിപ്പിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. നാം എത്ര ഗുസ്തി പിടിച്ചാലും എന്തൊക്കെ ചെയ്താലും ദൈവം കൽപ്പിച്ചത് ചെയ്തേ ഒക്കൂ, ചെയ്യണം. അവരുടെ പ്രവർത്തികളാൽ കണ്ടു. നിനവേക്കാരുടെ പ്രവർത്തികൾ ദൈവം നോക്കി. പ്രവർത്തികളെയാണ് നോക്കിയത്. നമ്മുടെ പ്രവർത്തികളെ നോക്കുമ്പോൾ സഭയ്ക്ക് മാസോരി കൊടുക്കണം, കൊടുത്തില്ലെങ്കിലോ? കൊടുത്തില്ലെങ്കിൽ ഒന്നുമില്ല. ഇവിടുത്തെ പ്രവർത്തനം ദൈവത്തിൻ്റെ സഭയാണെങ്കിൽ എങ്ങനെയെങ്കിലും നടക്കും. പക്ഷെ എൻ്റെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്ത് കണ്ടു. കൊടുത്തില്ലെങ്കിലോ? നാളെ ദൈവത്തിൻ്റെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അവന് കൊടുത്തില്ലെങ്കിൽ ഇപ്പം എന്താ?
ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരുടെ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥിച്ചവനോട് ദൈവാത്മാവ് പറഞ്ഞതോ അയാൾക്ക് തോന്നിയതോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്പം കാത്തിരിക്കുക, ദൈവം ചെയ്തു തരും. അപ്പോൾ അവർ പറഞ്ഞു, ഏതുപദേശം എന്ന് പ്രാർത്ഥിച്ചാലും ശരി, അല്പം കാത്തിരിക്കുക, കുറച്ച് ക്ഷമിക്കുക. ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് തമാശയ്ക്ക് വേറൊരു സഹോദരൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് തമാശയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ലോ, ഏത് ഉപദേശി പറഞ്ഞാലും കാത്തിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വെല്ലുമിച്ച് പറഞ്ഞു, അവരോട് എന്ന് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞേ, നോക്കട്ടെ, പിന്നെ തരാം. ഇതായിരുന്നു ഇയാളുടെ മറുപടി. ഇയാളോട് എന്ത് ചെന്ന് സഭയായിട്ടായാലും ശരി, സുവിശേഷപരമായിട്ടായാലും ശരി, എന്ത് ആവശ്യത്തിന് എന്ന് ചോദിച്ചാലും നോക്കട്ടെ പിന്നെ തരാം. ഈ നോക്കട്ടെ പിന്നെ തരാം എന്ന് പറയുന്ന ആ വീട്ടിൽ ചെന്ന് ആര് പ്രാർത്ഥിച്ചാലും അവർക്ക് അവസാനം കൊടുക്കാതെ തന്നെയുള്ള മെസ്സേജ് ഇതേ മാത്രമേ ഉള്ളൂ, കർത്താവ് തരും, ക്ഷമിക്കുക. ക്ഷമിച്ച് അങ്ങനെ ഇരിക്കുകയല്ലാതെ കിട്ടാൻ പോകുന്നില്ല നിന്റെ പ്രവൃത്തിയത്. ദൈവം നിന്റെ പ്രവൃത്തിയെ ശോധന ചെയ്യുന്നവനാണ്. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. അവസാനം ഒരു ദിവസം നിന്നെ എടുത്ത് ദൂരെ കളയുമ്പോൾ അപ്പോൾ ലോകം നടുങ്ങത്തില്ല. ലോകം നിന്നെ നോക്കി പുച്ഛിക്കും. അങ്ങനെ പുച്ഛിക്കുമ്പോൾ ലോകത്തിനൊന്ന് മനസ്സിലാകും, ദൈവസന്നിധിയിൽ വ്യാജം കാണിച്ച വൃത്തികെട്ടവൻ എന്നായിരിക്കും ലോകം പറയുന്നത്. അത് നിന്നെക്കുറിച്ച് ലോകം മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും ലോകക്കാർ അവരുടെ മനസ്സിൽ കരുതും. ഒത്തിരി പേരെ കുറിച്ച് നമ്മൾ മനസ്സിൽ കരുതുന്നില്ല. മരിച്ചുപോയവരെ കുറിച്ചൊക്കെ ഓർമ്മ വരുമ്പോൾ, എൻ്റെ ദൈവമേ, അവൻ പോയത് നന്നായി ഏതായാലും, എൻ്റെ ദൈവമേ. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് നാം ഓർക്കുമ്പോൾ ദൈവം എത്രയധികം തലമുറകളെ കൂടി ദൈവം അനുഗ്രഹിക്കാതിരിക്കാൻ കാരണമാകാതിരിക്കാൻ നമ്മുടെ പ്രവർത്തികളെ നാം ശോധന ചെയ്ത് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അനുതപിക്കുവാൻ ഇടവരുമ്പോൾ ദൈവത്തെ ദുഃഖിപ്പിക്കുവാൻ ഇടവരരുത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ, 6-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ, താൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് അനുതപിച്ചു എന്ന് കാണുന്നു. വചനമെടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യം അനുതപിച്ചത് എന്ന് പറയുന്നത് ഇതാണ്, ഈ കാര്യം. മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം അനുതപിച്ചു. ഇന്നും ആ അനുതാപം തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ദൈവം ക്ഷമയോടെ കാത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുന്നു, മകനെ, മകളെ എന്ന്. വെളിപ്പാട് പുസ്തകം പറയുന്നു, ദൈവം വാതിൽക്കൽ നിന്ന് മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുക. വിളി കേൾക്കുന്ന വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അത്താഴത്തിന് ക്ഷണിക്കുകയാണ്. അത്താഴം കഴിഞ്ഞാൽ പിന്നെ വിശ്രമമാണ്. ഇത്രയും നേരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പ്രവൃത്തിയുടെ അവസാനം നിന്നെ അത്താഴത്തിന് വിളിക്കുകയാണ്. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ മുഴുവൻ മറന്നു. നിന്റെ മെടുക്കുകൊണ്ടല്ല, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിന്റെ പ്രവൃത്തികൾ അതിന് കാരണമായിരുന്നു എന്ന് കരുതണം. ഒരുത്തൻ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എവിടെ? പറുദീസയ്ക്ക്. നിങ്ങൾക്ക് മനസ്സുണ്ടോ? അവനോടുകൂടെ അത്താഴത്തിന് ഇരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ജീവിതത്തിൻ്റെ പ്രഭാതം മുതൽ സായാഹ്നം വരെയും അധ്വാനിച്ചില്ലേ? ഇപ്പോൾ സായാഹ്നത്തിലേക്ക് വന്നില്ലേ? ഇരുട്ടാൻ തുടങ്ങിയില്ലേ? ഇനി ഒരു അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇരുൾ വ്യാപിക്കുകയില്ലേ? ഈ ഇരുളിന് മുൻപ് അവനോടുകൂടെ അത്താഴത്തിന് ഇരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ?
ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവം നോക്കുമ്പോൾ അവിടെയെല്ലാം നല്ലത് എന്ന് ദൈവത്തിന് മാർക്കിടുവാൻ തക്കവണ്ണം അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ക്രിസ്തീയ ജീവിതമാണ് നാം നയിക്കുന്നത്? നാം എന്ത് ക്രിസ്ത്യാനികളാണ്? എന്തെങ്കിലും കിട്ടണമെന്നാണ് പലരുടെയും ചിന്താഗതി. പള്ളിയിൽ വന്നാൽ എന്തെങ്കിലും കിട്ടണം. അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം അതിൻ്റെ 26 വാക്യം നോക്കുമ്പോൾ അവിടെ ഒരു വലിയ ആളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആളുടെ പേര് ഫേലിക്സ് എന്നാണ്. അയാളൊരു ഭരണാധികാരിയാണ്. ഭരണാധികാരിയായ മനുഷ്യന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാൾ പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ വന്നു. എന്തിനാ? പൗലോസ് എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ചു. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 26 വാക്യം, അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായത്തിന്റെ 26 വാക്യം. പൗലോസ് തനിക്ക് ദ്രവ്യം തരും എന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോകും. എത്ര ലജ്ജാകരമായ കാര്യമാണ് നോക്കാം. ഒരു ജയിൽ പുള്ളി അവനെങ്ങനെയും രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ഭരണാധികാരിക്ക് എന്തെങ്കിലും ദ്രവ്യം തരുമെന്ന് ആശിച്ചു. ആശിക്കുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം പൗലോസ് നിസ്സാരക്കാരനല്ലായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, വലിയ വിദ്യാഭ്യാസമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മറ്റൊരു രാജാവ് ഇതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ വിദ്യാബാഹുല്യത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന്. വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഭ്രാന്തന്മാരാണ്. സുവിശേഷം കർത്താവിനെ അറിഞ്ഞവർ കർത്താവിനെ പ്രഘോഷിപ്പിക്കുമ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവന് ഭ്രാന്താണ്. കർത്താവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഞാനത് പ്രഘോഷിപ്പിക്കുന്നു, നിങ്ങളോ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഭ്രാന്തന്മാരെ ആയിത്തീർന്ന എന്താ? ആരാ? ഈ ഭ്രാന്തന്റെ ലക്ഷണം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിന് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ കേൾക്കാൻ. ഈ നടപ്പല്ലാതെ പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടെന്നെത്തിച്ചു. കാരണം എന്താ? വഴിയരികിൽ വിയർത്ത് ഒലിച്ചു നിന്ന് കഷ്ടപ്പെട്ട് പ്രസംഗിക്കുന്ന ആ ദൈവത്തിൻ്റെ സുവിശേഷകനെ നോക്കിയിട്ട് എന്തു പറഞ്ഞു? അവന് ഭ്രാന്താണ്. ഇപ്പോൾ സ്വയം ഭ്രാന്ത് പിടിച്ചു, പക്ഷേ മാനസികാശുപത്രി കൊണ്ടുപോയ ഭ്രാന്തില്ല. ഭ്രാന്തനെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തു ചെയ്യും? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ദൈവസന്നിധിയിൽ വരേണ്ടത്, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി. യഹോവയ്ക്ക് അവൻ്റെ മാനത്തിന്, അവൻ്റെ ശക്തിക്ക്, അവൻ്റെ ബഹുമാനത്തിന് ഒത്ത വണ്ണം അവന് കൊടുപ്പി. സ്തുതിയും സ്തോത്രവും മാത്രം പോരാ, ദൈവം കൽപ്പിച്ചിട്ടുണ്ട് മുൻപിൽ തന്നെ. വാക്യങ്ങളിൽ, അധ്യായങ്ങളിൽ അത് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട് എന്താണ് കൊടുക്കേണ്ടത്. ആ കൊടുക്കേണ്ട ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞേക്കും, എനിക്ക് ഈ പരിപാടി വേണ്ട, ഈ പരിപാടി വേണ്ടെന്നല്ല, ഞാൻ ഈ കർത്താവിനോടൊപ്പം നടക്കും, ഞാനതാണ് ഇഷ്ടപ്പെടുന്നത്, ഞാനതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നവരോടാണ് കർത്താവിന് പ്രിയം. നിന്റെ പ്രവൃത്തികളെ നോക്കുന്നു ദൈവം. നീ ആരാണ് എന്ന് ദൈവം നോക്കുന്നു. നിന്റെ പ്രവൃത്തികളിൽ കൂടെ നിന്നെ തിരിച്ചറിയും. നിന്റെ മനസ്സിൽ ഇരിക്കുന്നതാണ് പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് കണ്ടറിഞ്ഞ് നിനക്കെന്ത് ചെയ്യണമെന്ന് ദൈവം തീരുമാനിക്കും. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തിട്ട് അതിനെക്കുറിച്ചുള്ള ദുഃഖം ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഏങ്ങലടിക്കുന്ന സ്വഭാവം ചിലർക്കൊക്കെ ഉണ്ട്. അറിയാതെ ഏങ്ങലടിച്ചു. ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഭാരവും വികാരവും കൂടെ ഒന്നിച്ചു കൂടുമ്പോൾ ആ വിചാര ഭാരങ്ങളാൽ ഉണ്ടാകുന്ന ആ അതികഠിനമായ വ്യസനം, അതാണ് ഈ ഏങ്ങലടിക്കാൻ കാരണം. അങ്ങനെ ഏങ്ങലടിച്ച് കരയുന്ന ആ അവസ്ഥയിൽ നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ, ആ ഏങ്ങലടിക്ക് കാരണമാകുവാൻ നീ മറ്റൊരു സഹോദരന് ഇടം കൊടുക്കരുത്. ദൈവത്തെ അതുമൂലം ദുഃഖിപ്പിക്കാനിടയാകും.
അങ്ങനെ ദുഃഖിപ്പിക്കാൻ ഇടയായാൽ ദൈവം വെറുതെ വിടുകയില്ല. നിന്റെ പ്രവൃത്തിയെ ദൈവം നോക്കും. യോനയെ അയച്ചു, യോന പോയില്ല. പക്ഷേ യോനയെ ദൈവം നിർബന്ധിച്ച് അവിടെ എത്തിക്കാൻ വേണ്ടി ആരൊക്കെ കഷ്ടപ്പെട്ടു? കപ്പൽക്കാർ വളരെയേറെ ഭ്രമിച്ചു, അവർ കഷ്ടപ്പെട്ടു. സഹയാത്രക്കാർ വളരെയേറെ ഭ്രമിച്ചു, അവർ കഷ്ടപ്പെട്ടു. കടലിനും സമാധാനമില്ലാതായി. കടലിനെ ദൈവം ഇളക്കി മറിച്ചപ്പോൾ കടലിലെ ജന്തുക്കൾക്കും സമാധാനമില്ലാതായി. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു, അതിനും സമാധാനമില്ല. ഈ മനുഷ്യനെ തിന്നു കഴിഞ്ഞാൽ ദഹിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ തീരുമാനം അതാണ്. ഇത് വയറ്റിൽ കിടക്കുമ്പോൾ ദഹിക്കാത്ത സാധനം വയറ്റിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? മത്സ്യത്തിന് വലിയ ബുദ്ധിമുട്ടായി, അത് വേഗം കരയിൽ ചെന്ന് ഛർദ്ദിക്കും. അപ്പോൾ എന്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി? കപ്പലിന്, കപ്പൽ ജീവനക്കാർക്ക്, സഹയാത്രക്കാർക്ക്, കടലിന്, കടലിലുള്ള ജന്തുക്കൾക്ക്, എല്ലാത്തിനും, ഈ മത്സ്യത്തിനും. ഇതിനെല്ലാം ഉപദ്രവിക്കാൻ കാരണം, ഉപദ്രവിക്കുകയല്ല, ഇവരെല്ലാം കഷ്ടപ്പെടുത്തുവാൻ കാരണം ഒരേ കാരണമേ ഉള്ളൂ: നിനവേക്കാരെ എനിക്ക് വേണം എന്ന ദൈവത്തിൻ്റെ തീരുമാനം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ദാസനായിരുന്ന, പ്രവാചകനായിരുന്ന യോനയെ ദൈവം ശരിക്ക് പിടിച്ചു. ഈ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം തോർത്ത് പിഴിയുമ്പോൾ ഒരു പിഴിച്ചിലുണ്ട്. ആ പിഴിച്ചിൽ അവിടെ അനുഭവപ്പെടും. ആ പിഴിച്ചിൽ നാം അനുഭവിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? മകനെ എന്ന് നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്ന പേരെന്താ? നിങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിലാണ്. നിങ്ങൾ സ്വയം, നാം ഓരോരുത്തരും സ്വയം ചിന്തിക്കുക, ദൈവമേ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ ദൈവം പറയും, അത് പറ്റില്ല എന്ന് പറയരുത്. ചെയ്യാം, ദൈവമേ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. അതിനായിട്ടാണ് നീ എന്നെ വിളിച്ചിവിടെ ആക്കിയിരിക്കുന്നത്. അന്ധകാരത്തിലായിരുന്ന എന്നെ നീ വിളിച്ചു, നിന്റെ സ്നേഹത്താൽ നീ വിളിച്ചു. ഇത് യോഗ്യതയില്ലായിരുന്ന എന്നെ വിളിച്ചിവിടെ ആക്കി വെച്ചിരിക്കുന്നത് നിന്റെ അത്ഭുത പ്രവർത്തികളെ ലോകത്തോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ചെയ്യാം, ഞാൻ തയ്യാറാണ്. എനിക്ക് പറ്റില്ല. അതല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നിന്റെ പ്രവർത്തികളാൽ ദൈവം നിന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തികളാൽ. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ, ഞായറാഴ്ച രാവിലെ ഭാര്യ കാപ്പിയും കൊണ്ട് വരുമ്പോൾ, എന്നടി നേരത്തെ, നീ ഞായറാഴ്ച, അതിനിപ്പോൾ എന്നാ, അന്നങ്ങ് പോയില്ലെങ്കിൽ ഇപ്പം എന്നാ? ദൈവം എന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി നമുക്ക് വെട്ടുവോ? ഇന്ന് പോകണില്ല, അടുത്ത ആഴ്ച പോവാം. ആർക്ക് വേണ്ടിയിട്ടാണ്? ചോദിച്ചവർ പലരുണ്ട്. പക്ഷേ ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം വിട്ടുകളയും. ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അനുസരിക്കണം. ഇല്ല എങ്കിൽ ദൈവം സമ്മതിക്കില്ല. നിനവേക്കാരെ രക്ഷിക്കണമെന്ന് ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു. കാരണം അത് ദൈവ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ചവർ, ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സൃഷ്ടി നശിച്ചു പോകാൻ ദൈവം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ ആജ്ഞ, തൻ്റെ ഉത്തരവ്, തൻ്റെ ലക്ഷ്യം, ഉദ്ദേശം അതവരെ അറിയിച്ചു. യോനയിൽ കൂടി അറിയിച്ചു. യോന പ്രസംഗിച്ചു, നിർബന്ധിതനായി പ്രസംഗിപ്പാൻ. അങ്ങനെ ദൈവത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാൽ യോന കടന്നു ചെല്ലുകയും പ്രസംഗിക്കുകയും ചെയ്തു. അവർ ഇത് കേട്ടപ്പോൾ എല്ലാവരും വളരെയേറെ ബുദ്ധിമുട്ടായി. അവിടുത്തെ രാജാവ് മുതൽ എല്ലാവരും, പ്രജകൾ വരെ എല്ലാവരും രട്ടുടുത്ത് ദൈവസന്നിധിയിൽ ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞങ്ങളെ നശിപ്പിക്കല്ലേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റെങ്ങും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായതായി വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയാം. ഏറ്റവും മഹനീയമായ, ദൈവം ഇഷ്ടപ്പെടുന്ന വളരെ വ്യക്തമായ ഒരു പ്രവൃത്തി നിനവേക്കാരിൽ നിന്നുണ്ടായി. അവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ദൈവം താൻ അവർക്ക് വരുത്തുമെന്ന് നിശ്ചയിച്ച അനർത്ഥത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പോൾ ദൈവം ആദ്യം തീരുമാനിച്ചത് പിന്നീട് മാറ്റി. ഇതുപോലെ പല സ്ഥലങ്ങളിലും ദൈവം തൻ്റെ തീരുമാനം, ആദ്യം പറഞ്ഞ തീരുമാനം മാറ്റിയിട്ടുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഹിസ്കിയ രാജാവ്. അദ്ദേഹത്തിൻ്റെ മുൻപാകെ പ്രവാചകൻ ചെന്ന് പറഞ്ഞു, നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കിക്കൊള്ളുക, നീ കയറിയ കട്ടിൽ നിന്ന് ഇറങ്ങാതെ മരിച്ചു പോകും. അപ്പോൾ ഹിസ്കിയാവിന് പറയുവാൻ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അയ്യോ യഹോവേ, ഞാൻ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദകരമായത് ചെയ്തിരിക്കുന്നു എന്നത് ഓർക്കണം. ദൈവം അതപ്പോൾ ഓർത്തിട്ട് അപ്പോൾ തന്നെ തൻ്റെ പ്രവാചകനോട് പറഞ്ഞു, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ദാസനായ ഹിസ്കിയാവോട് പറയേണ്ടത്, ഞാൻ നിൻ്റെ ആയുസ്സിനോട് 15 വർഷം കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം മരിച്ചു പോകുമെന്ന് ദൈവം തീരുമാനിച്ചു. ഇവിടെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. നിൻ്റെ പ്രവർത്തികളാൽ, നിൻ്റെ പ്രവൃത്തിയെ ദൈവം നോക്കുമ്പോൾ അത് ദൈവമുൻപാകെ യോഗ്യമെന്ന് കണ്ടാൽ, അത് നല്ലത് എന്ന് കണ്ടാൽ, ഏതു വലിയ ബാധ വരുമെന്ന് ആര് പറഞ്ഞാലും ശരി, അത് മാറിപ്പോകും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ കഴിവ്. അതാണ് കഴിവല്ല, ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ. ഈ കൃപാവരങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ കൃപ തന്നിട്ട് ദൈവം ഒരിക്കലും അനുതപിക്കുന്നില്ല, അവന് കൃപ ഞാൻ കൊടുത്തു പോയല്ലോ എന്ന്. കാരണം ദൈവം അത്ര ശോധന ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരും. എല്ലാവരും എന്തു പറഞ്ഞാലും ശരി, അപ്പം തന്നെ ഒരു തർക്കവുമായിട്ടാണ് എഴുന്നേൽക്കുന്നത്, തർക്കിക്കാൻ. അനുതപിക്കുന്നില്ല. അനുതപിക്കുന്നതിന് പകരം എന്താ ചെയ്യാം? ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഈ ഒഴിഞ്ഞു മാറുന്നവരെയാണ്, അവരെക്കുറിച്ചാണ് ദൈവം അനുതപിക്കുന്നത്. എലീശ പ്രവാചകൻ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഒത്തിരി ചെയ്തത്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എലീശ ഒഴിവുകഴിവ് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യം. 19. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 ഏർ കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ടു ചെന്ന് ഒരു ഏർ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിനു കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി. വിളിച്ചപ്പോൾ തന്നെ വിട്ടിട്ട് പോരാനായിട്ടല്ല മനസ്സായത്. അപ്പനോടും അമ്മയോടും ചെന്നൊന്ന് പറഞ്ഞേച്ചു പോരാ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കാൻ. അബ്രഹാം ആരോടും അനുവാദം ചോദിച്ചില്ല, വഴിയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ബാല്യക്കാരോട് പറഞ്ഞു, കഴുതയെ ഒരുക്കാൻ പറഞ്ഞു, കോവർ കഴുതയെ ഒരുക്കാൻ പറഞ്ഞു. അവർ വിറകും മറ്റു സാധനങ്ങളും എല്ലാം ഒരുക്കി. എങ്കിലും ദൈവത്തിനത് ആ പ്രവൃത്തി മോശമായി കാണി. തൻ്റെ പ്രവൃത്തി മോശമായി കണ്ടത് ശൗലിൻ്റെ പ്രവൃത്തിയിലാണ്. ശൗൽ രാജാവ്, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്, എല്ലാവിധത്തിലും കഴിവുകളുള്ള ശൗൽ. ആ ശൗലിനോട് ദൈവം പറഞ്ഞു, നീ അമാലേക്യരോട് ഇന്ന് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് വാളിൻ്റെ വയറ്റിനേൽ എല്ലാത്തിനെയും നിർമൂലമാക്കണം, സർവ്വതും നിർമൂലമാക്കണം. അയാൾക്ക് ബോധിച്ചതിനെല്ലാം അയാൾ നിലനിർത്തി. ഇവിടെ വചനം വായിക്കുമ്പോൾ പറയുന്നു, താൻ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കുകൊണ്ട് ദൈവം അനുതപിച്ചു. ദൈവത്തിന് ദുഃഖമായി. ദൈവം നിങ്ങളെ ക്രിസ്തു സഭയിൽ കൂട്ടിക്കൊണ്ടുവന്നതുകൊണ്ട് ദൈവം ഇപ്പോൾ ദുഃഖിക്കുകയാണോ അതോ സന്തോഷിക്കുകയാണോ? അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ. അത് നിങ്ങൾ തീരുമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കാനിടയാണ്.
ഇല്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ, ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ ആ പ്രവൃത്തികൾ ശരി എന്ന് ദൈവം എണ്ണുവാൻ തക്കവണ്ണം പ്രവർത്തിക്കണം. നിങ്ങളുടെ മത്സര ബുദ്ധി ഒഴിവാക്കുക, നിങ്ങളുടെ പിറുപിറുപ്പ് ഒഴിവാക്കുക, നിങ്ങളുടെ എന്തു പറഞ്ഞാലും ഒഴിവ് കഴിവ് പറയുന്ന ആ സ്വഭാവം ഒഴിവാക്കുക. ദൈവം അനുദപിക്കുവാൻ ഇടവരാത്ത വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ പ്രവർത്തികളെ നോക്കുമ്പോൾ അവൻ കൊള്ളാകുന്നവനാണ് എന്ന് തെളിഞ്ഞു വരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി ദയവായി ദൈവ മുൻപാകെ നടക്കുക, ദൈവത്തിൻ്റെ മുൻപാകെ നടക്കുക, ദൈവത്തിന് ഹിതമായത് ചെയ്യുക. അതിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ ഇടയാകും. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിൻ്റെ സ്തോത്രം.